കർണാടകയിൽ മണ്ണിടിച്ചിലകപ്പെട്ട അർജുനായി തെരച്ചിൽ ഇന്നത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. അതായത് അർജുനായുള്ള തിരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അർജുൻ തിരിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. നിലവിലെ തിരച്ചിലിൽ തൃപ്തരല്ലെങ്കിലും സൈന്യത്തിൻ്റെ തിരച്ചിലിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിലുള്ള തിരച്ചിലിൽ രഞ്ജിത്തിനെ കിട്ടും, അർജുനെ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. ഇപ്പോൾ ഈ കുടുംബത്തോടൊപ്പം അവിടെ നിന്നുകൊണ്ട് റമീസ് ചേരുകയാണ്. റമീസ്, കുടുംബം എന്താണ് ഇപ്പോൾ പറയുന്നത്? ബിനു, ഷില്ലൂരിൽ നിന്നുള്ള ശുഭവാർത്ത പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ കൂടിയും അവിടെ നിന്നുള്ള വാർത്തകൾ വരുമ്പോഴൊക്കെയും തന്നെ ഈ ഒരു കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത് പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ്. ഒരു ദുഃഖം തളം കെട്ടിയ ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഈ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ സൈന്യം പരിശോധനയ്ക്കായി എത്തുകയും കൂടുതൽ സംവിധാനങ്ങൾ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരത്തിലും സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ വാഹനം ഇല്ല എന്നുള്ളൊരു വാർത്തകൾ കൂടി കേട്ടപ്പോൾ കുടുംബം ഒരു പ്രയാസമായൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാലും ഈ ഒരു നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ നടക്കുന്ന പരിശോധനകളിലാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷ. പക്ഷേ ഇതോടൊപ്പം തന്നെ ഈ കർണാടക സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന സംവിധാനത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം അത് നാട്ടിലും അവരുടെ കുടുംബവും നേരത്തെ അറിയിച്ചിരുന്നു. ഈ അർജുൻ്റെ നാട്ടുകാരും ഈ കർണാടക നടത്തുന്ന സംവിധാനത്തോടുള്ള പ്രതിഷേധം ഇന്നലെയും ഇന്നുമായി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ കർണാടകയിൽ നിന്ന് എത്തിയ കർണാടക PCC ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ഷാഹിദ് തക്കിൽ പറഞ്ഞത്, കർണാടകയ്ക്ക് കർണാടകയുടേതായ പ്രശ്നങ്ങളുണ്ട്, ബന്ധുക്കളുടെ പരാതി വൈകാരികമായി കണ്ടാൽ മതിയെന്നും കേരളത്തിലേതുപോലെയല്ല കർണാടകയിലെ സ്ഥിതി എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതും കുടുംബത്തിനെ നിരാശരാക്കുന്നുണ്ട്. ഇന്നലെ കുടുംബം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും കർണാടകയിലെ സംവിധാനത്തോടുള്ള ഒരു പ്രതീക്ഷ അത് പോയി എന്ന് തന്നെയാണ് കുടുംബം പറഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ന് അവിടെ നിന്ന് വന്ന ആളുകളുടെയൊക്കെയും തന്നെ പ്രതികരണങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. എന്നാലും ഈ കേന്ദ്രസേനയൊക്കെയും ഇറങ്ങിയത് കുടുംബത്തിനൊരു ശുഭ പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ യെസ് റമീസ്, കുടുംബം ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. 6ാം ദിവസത്തിലേക്ക് തെരച്ചിൽ കടക്കുമ്പോഴും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. റമീസാണ് വിശദാംശങ്ങൾ നൽകിയത്.